മുത്തശ്ശ, മുത്തശ്ശൻ മുത്തശ്ശിയെ മിസ് ചെയ്യാറുണ്ടോ? കുസൃതിക്കുരുന്നായ ചെറുമകന്റെ ചോദ്യത്തിന് മുത്തശ്ശിന്റെ മറുപടി ഇതായിരുന്നു. അതിന് നിന്റെ മുത്തശ്ശിയെ ഞാൻ മറന്നിട്ട് വേണ്ടേ മിസ് ചെയ്യാൻ? ആഹാ, അപ്പൊ അത്രക്ക് ഇഷ്ടം മുത്തശ്ശിയെ മുത്തശ്ശന്? എന്നാ കേൾക്കട്ടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ കഥ. ഒരു ചെറു പുഞ്ചിരിയോടെ മുത്തശ്ശൻ തന്റെ കഥ പറയാൻ തുടങ്ങി. 35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഡോക്ടർ പഠനം കഴിഞ്ഞ് ആദ്യ പോസ്റ്റിംഗ് കിട്ടിയത് നിന്റെ മുത്തശ്ശിയുടെ നാട്ടിലായിരുന്നു. അവരുടെ വീടിനടുത്തായിരുന്നു എനിക്ക് കിട്ടിയ വീടും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നീട് ഓരോ ദിവസവും പരിചയം പുതുക്കി. ഞങ്ങൾ നല്ല കൂട്ടായി. എന്റെ വീട്ടിലിരുന്ന് അവളെ നോക്കിയിരിക്കാൻ തുടങ്ങി. പിന്നീട് അവളെ കാണുന്ന മുത്തശ്ശൻ മരത്തിൽ വരെ കയറി. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ മുത്തശ്ശിയോട് ചോദിച്ചു, എന്റെ ഇവിടുത്തെ ജോലി 1 മാസത്തോടെ തീരും, ഞാൻ നിന്നെ വിവാഹം ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ? അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയുടെ സമ്മതത്തോടെ ആവണമെന്ന് മാത്രം. ഞാൻ അന്ന് തന്നെ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് പോയി. ദൂരദേശക്കാരനാണെന്ന ഭയമുണ്ടെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് മുത്തശ്ശി എതിര് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവളെയും കൂട്ടി എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ തന്നെ ഞാൻ നിന്റെ മുത്തശ്ശിക്ക് എൻ്റെ അമ്മ എഴുതിയൊരു എഴുത്ത് കാണിച്ചു. മരിക്കുന്ന മുന്നേ അമ്മ ഇത് എൻ്റെ ഭാവി വധുവിന് കാണിക്കണമെന്ന് പറഞ്ഞു തന്നതായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, മോളെ, വിവാഹ മംഗളാശംസകൾ. മോളോട് ഒരു അത്യാവശ്യ കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഈ വീട്ടിൽ മോള് കണ്ണാടി നോക്കരുത്. അതിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി തൊട്ട് 2 തലമുറയ്ക്ക് ഒരു മന്ത്രവാദിനി മൂലം കിട്ടിയ ശാപമാണത്. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ നിന്ന് മോൾ കണ്ണാടി നോക്കരുത്. ഇതിലൊന്നും അവൾ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും അവൾ എനിക്ക് വാക്ക് തന്നു, കണ്ണാടി ഒരിക്കലും നോക്കില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മകൾ ജനിച്ചു, നിന്റെ അമ്മ. ഇങ്ങനെ ഇരിക്കെ ജോലിയുടെ ആവശ്യമായി 1 മാസത്തേക്ക് എനിക്ക് വിദേശത്തേക്ക് പോയിട്ട് വന്നു. കണ്ണാടിയിൽ ഒരിക്കൽ നോക്കരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവളോട് യാത്ര പറഞ്ഞു. വീട്ടിലിരുന്ന് ബോറടിച്ച അവളുടെ ഉള്ളിലേക്ക് പല ചിന്തകൾ കടന്നു വന്നു. കണ്ണാടിയിൽ നോക്കരുതത്രേ, അന്ധവിശ്വാസം, അല്ലാണ്ട് എന്താ? എത്ര കാലമായി ഞാൻ എന്നെ കണ്ടിട്ട്, ഒന്ന് നോക്കിക്കളയാം. ഈ ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ ഞങ്ങളുടെ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ വെച്ച കണ്ണാടിയിൽ വർഷങ്ങൾക്ക് ശേഷം തന്റെ മുഖം കണ്ടു. എത്ര സുന്ദരിയാണ് താനെന്ന് ആസ്വദിച്ചു. പെട്ടെന്നാണ് അവൾ തന്റെ കൈകൾ ശ്രദ്ധിച്ചത്. മൃദുലമായ കൈകൾ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു. മുഖവും ചുളിഞ്ഞ് താൻ ഒരു വൃദ്ധയായിരിക്കുന്നു. അത് അവൾക്ക് വിശ്വസിക്കാനാവാതെ പുറത്തേക്ക് ഓടി. കാലിടറി നിലത്ത് വീണ് ആർത്ത് കരഞ്ഞു, തന്റെ അവസ്ഥ ആലോചിച്ച്. അപ്പോഴേക്കും ജോലിയെല്ലാം തീർത്ത് ഞാൻ നാട്ടിലെത്തിയിരുന്നു. പക്ഷെ അവളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു എൻ്റെ അടുത്ത്. വിദേശത്തെത്തിയ എനിക്ക് ആക്സിഡന്റ് ആയെന്നും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നീ ആവണം എൻ്റെ കണ്ണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്റെ നഷ്ടത്തിൽ അവൾ വേദനിച്ചെങ്കിലും പിന്നീട് അവൾ എൻ്റെ 2 കണ്ണിനും പകരമായി. പഴയ പോലെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. അവളുടെ കൈ പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. കണ്ണുള്ളതിനേക്കാൾ കൂടുതൽ കണ്ണില്ലാത്തപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. ഇങ്ങനെ ഇരിക്കെ അവളെ പല അസുഖങ്ങൾ അലട്ടാൻ തുടങ്ങി. കുറെ കാലം ഹോസ്പിറ്റലിലായിരുന്നു. ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചെങ്കിലും ഒടുവിൽ അവളെ ദൈവം കൊണ്ടുപോയി. വെറും 10 വർഷത്തെ ദാമ്പത്യം മാത്രം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ വല്ലാണ്ട് തകർന്നു പോയി. പിന്നീടുള്ള എൻ്റെ ജീവിതം നിന്റെ അമ്മയുടെ ഭാവിക്ക് വേണ്ടി മാത്രമായി. അല്ലെങ്കിൽ ഞാനും പോയേനെ അവളുടെ അടുത്തേക്ക്. നനഞ്ഞ കണ്ണുകളോടെ മുത്തശ്ശൻ കൊച്ചുമകനോട് തന്റെ സങ്കടം പറഞ്ഞു. അപ്പൊ ഇപ്പോൾ എങ്ങനെയാ മുത്തശ്ശന് കാഴ്ച കിട്ടിയേ? ഓപ്പറേഷൻ ചെയ്തോ? നിഷ്കളങ്കമായ അവന്റെ ഈ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ മറുപടി പറഞ്ഞു, അതിന് എന്റെ കാഴ്ച എങ്ങോട്ടും പോയിട്ടില്ലാലോ അലൻമോനെ. അത് ഞാൻ എന്റെ മുത്തശ്ശിയെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ. എന്റെ കാഴ്ചക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കണ്ടു കാണില്ല എന്നൊക്കെ ആരെങ്കിലും നോണ പറയോ മുത്തശ്ശ? അലന്റെ ഈ ചോദ്യത്തിന് ചെറു പുഞ്ചിരിയോട് കൂടി മുത്തശ്ശൻ മറുപടി പറഞ്ഞു. ഞാൻ അന്ന് വിദേശത്ത് നിന്ന് വീട്ടിലെത്തിയപ്പോൾ അവളെ സർപ്രൈസ് ആക്കാൻ വേണ്ടി മിണ്ടാതെ വീട്ടിൽ കയറി. അപ്പോൾ അവിടെ ഒരു മുത്തശ്ശി ഇരിക്കുന്നു. ആദ്യം ഞാൻ കരുതി അവളുടെ മുത്തശ്ശിയാണെന്ന്. പക്ഷേ അവളുടെ ശബ്ദം എൻ്റെ റോസിയുടേതായിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കിയതും ശാപം കിട്ടിയതും മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് വയസ്സായപ്പോൾ ആയെന്നുമൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവളുടെ മുത്തശ്ശിയെ വിളിച്ച് ഫോണിൽ പറയുന്നതാണ് ഞാൻ കേട്ടത്. കൂടെ അവളുടെ ഒരു ആവലാതിയും. ഇനി അലക്സിന് എന്നെ ഒട്ടും ഇഷ്ടമാവില്ല, എന്നെ കാണുമ്പോൾ തന്നെ പേടിക്കും, ഇനി എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് കരഞ്ഞുകൊണ്ട് ഏങ്ങലടിക്കുകയാണ് അവൾ. അതെനിക്ക് ഒട്ടും സഹിക്കാനായില്ല. അവൾക്കറിയില്ലാലോ എൻ്റെ സ്നേഹം അവളുടെ രൂപത്തോടല്ല, അവളുടെ ആത്മാവിനോടാണ്, അവളുടെ കുസൃതി നിറഞ്ഞ സംസാരത്തോടും സ്വഭാവത്തിനോടുമാണ്. അതിനി രൂപം മാറിയത് കൊണ്ട് ഒരു തരി പോലും മാറില്ല എന്ന്. പക്ഷെ അവളുടെ സമാധാനത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. ആദ്യം അവൾ വിഷമിച്ചെങ്കിലും പിന്നീട് അവൾ സന്തോഷിച്ചു. എൻ്റെ രൂപമാറ്റം അലക്സ് കാണുന്നില്ലാലോ, അപ്പോൾ പഴയ പോലെ എന്നെ സ്നേഹിക്കുമല്ലോ എന്നൊക്കെയാണ് അവളുടെ സമാധാനം. അങ്ങനെ അവളുടെ മരണം വരെ ഞാനൊരു അന്ധനായി. സത്യത്തിൽ അവളോടുള്ള സ്നേഹമാണ് എന്നെ അന്ധനാക്കിയത്. അലൻ മോനോടും നിങ്ങളോടും മുത്തശ്ശൻ ഒന്നേ പറയാനുള്ളൂ, ട്രൂ ലവ്, യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റൊരാളുടെ ഉള്ളിലേക്കുള്ള നോട്ടമാവണം അത്.
പുറംപാടി എങ്ങനെ എപ്പോൾ വേണമെങ്കിലും നശിക്കാം, പക്ഷേ ഉള്ളിലെ സ്നേഹം അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അവളോടുള്ള യഥാർത്ഥ സ്നേഹമാണ് എന്നെ എന്നും ജീവിപ്പിക്കുന്നത്.